നമസ്കാരം. 2-1-3 സ്വാഗതം. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. പാലക്കാട് മുതൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് വരെയും നിശബ്ദ പ്രചാരണമാണ്. കൊട്ടിക്കലാശം എല്ലായിടത്തും പ്രധാന പാർട്ടികൾ വലിയ തോതിൽ ആഘോഷിച്ചു. കൊട്ടിക്കലാശത്തിലെ ആവേശവും ആളും ആരവവും കണ്ട് ആര് ജയിക്കും എന്ന് പറയാനാവില്ല. അതൊക്കെ ബുധനാഴ്ച, അതായത് മറ്റന്നാൾ ജനം തീരുമാനിക്കും. അതിൻ്റെ തീരുമാനത്തിൻ്റെ വിവരങ്ങൾ ശനിയാഴ്ച അറിയാം. പ്രഖ്യാപനത്തോടെ തുടങ്ങിയ വിവാദ പെരുമഴയ്ക്ക് പാലക്കാട് അവസാന ദിവസങ്ങളിലും ഒട്ടും കുറവില്ല. മഹായുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് മഹാരാഷ്ട്ര. രണ്ടാം ഘട്ട തയ്യാറെടുക്കുകയാണ് ജാർഖണ്ഡ്. ഉപതെരഞ്ഞെടുപ്പിലും യു-പിയിലും പഞ്ചാബിലും വലിയ തോതിലുള്ള പോരാട്ടം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാലക്കാട് ഇതുവരെ കണ്ടത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. പ്രഖ്യാപിച്ച അന്ന് മുതൽ വിവാദങ്ങളും മറുകണ്ഠം ചാട്ടവുമൊക്കെ കൊട്ടിക്കയറിയ പാലക്കാട്ട് പരസ്യ പ്രചാരണത്തിനും ഇന്ന് കൊട്ടിക്കലാശമായി. ജയിക്കാനായി മത്സരിക്കുന്ന 3 മുന്നണികളും കൊട്ടിക്കലാശം ആവേശോജ്വലമാക്കി. റോഡ് ഷോയ്ക്ക് പിന്നാലെയാണ് പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് കൊട്ടിക്കലാശം നടത്തിയത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ഒലവക്കോട് നിന്നാണ് ആരംഭിച്ചത്. നീല ട്രോളി ബാഗുമായാണ് രാഹുൽ കലാശക്കൊട്ടിലെത്തിയത്. സന്ദീപ് വാര്യരും രമേശ് പിഷാരടിയും റോഡ് ഷോയിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ 4 മണിയോടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ചു. സരിനൊപ്പം MP രാജേഷും ഇതിൽ പങ്കെടുത്തു. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. ശോഭ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും റോഡ് ഷോയുടെ ഭാഗമായി. റോഡ് ഷോയ്ക്ക് പിന്നാലെ എല്ലാ പ്രകടനങ്ങളും പാലക്കാട്ട് സ്റ്റേഡിയം പരിസരത്ത് സമാപിച്ചു. ശ്രീജിത്തും BB അരുണും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ശ്രീജിത്തിലേക്ക് പോയാൽ, ശ്രീജിത്ത്, വലിയ ഒരു മാസം നീണ്ടുനിന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ശേഷം, പരസ്പരമുള്ള വിവിധ വിഷയങ്ങളിലുള്ള വാക്പോരുകൾക്ക് ശേഷം ഇതാ കൊട്ടിക്കലാശം അതിൻ്റെ ആവേശത്തിൽ സമാപിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് പാലക്കാട്ടെ മുന്നണികളുടെ പ്രതീക്ഷകൾ? ഏറ്റവും ഒടുവിൽ നിലയെത്തുമ്പോൾ ഒരു മുൻതൂക്കം ആർക്കെങ്കിലും പ്രവചിക്കാനാകുമോ? പ്രവചിക്കാൻ കഴിയില്ല രഞ്ജിത്ത്, അതാണ് വസ്തുത. പാലക്കാട് അത്രത്തോളം ശക്തമായിരുന്നു രാഷ്ട്രീയ പോരാട്ടം. അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ, പൊളിറ്റിക്കൽ മൂവുകളാണ് ഓരോ മുന്നണികളും നടത്തിയത്. സ്വന്തം നിലയിൽ ജയിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓരോ മുന്നണിയും പയറ്റുകയും ചെയ്തു. അങ്ങനെ നടന്നൊരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ശേഷം നടന്ന കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് സാക്ഷിയായത്. അതിലും അതിശക്തമായ വാശിയുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആ ദൃശ്യങ്ങളെല്ലാം കേരളം കണ്ടതാണ്. സമീപകാല കേരള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം വാശിയേറിയ ഒരു പോരാട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം തോന്നുകയാണ് നേരിട്ടുള്ള ഈ മത്സരവും ആവേശവും പോരാട്ടവും എല്ലാം കാണുമ്പോൾ. എന്തായാലും മുൻതൂക്കം ഓരോരുത്തരും സ്വയം പ്രതീക്ഷിക്കുന്നുണ്ട്. മൂന്നാമതായിരുന്ന LDF പോലും വട്ടിയൂർക്കാവ് മോഡലിൽ ഒന്നാമതെത്തും എന്നവർ അവകാശപ്പെടുകയാണ്. UDF എത്രത്തോളം പ്രശ്നം മുന്നണിയിൽ തുടക്കത്തിലുണ്ടായെന്നെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം തങ്ങൾക്ക് ഗുണമാകുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ കൈപിടിച്ച് നടന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കൈവിടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പുറത്ത്
പാലക്കാട്ടുകാരനായ കൃഷ്ണകുമാറിനെ പാലക്കാട്ടുകാർ ജയിപ്പിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. മാത്രവുമല്ല, മത്തൂരും ഒപ്പം തന്നെ കണ്ണാടിയിലും ഒന്നാമതെത്തും നഗരസഭയെ കൂടാതെ എന്നുള്ള കണക്ക് കൂടി അവർ പറയുന്നു. പിരായിരിയിലും ഒപ്പത്തിനൊപ്പം എത്തും. അങ്ങനെ വലിയ ഭൂരിപക്ഷം അവരും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പ്രവചനാതീതമാണ്. വോട്ടെണ്ണലിലടക്കം അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അത്രത്തോളം ശക്തമാണ് അടിയൊഴുക്കുകൾ എന്നതും കണക്കാക്കേണ്ടി വരും. അടിയൊഴുക്കുകൾ നിശ്ചയിക്കുന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ നിലയിലും നമുക്കറിയാം എന്തൊക്കെ വിവാദങ്ങൾ. ഏറ്റവും ഒടുവിൽ തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം പോലും ഇന്നിപ്പോൾ ഉണ്ടായത് പാണക്കാട് സാദിഖിലെ തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുന്നണികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു. വിഷയങ്ങൾക്ക് യാതൊരു പഞ്ചവും ഉണ്ടായിരുന്നില്ല. VV അരുൺ കൂടി അവിടെ തുടരുന്നുണ്ട്. അരുണ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോകണം. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുണ്, നമുക്കറിയാം എത്രയോ വിഷയങ്ങൾ മാറി മാറി വന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ശ്രീത്ത് പറഞ്ഞതുപോലെ അടിയൊഴുക്കുകൾ തീരുമാനിക്കും. ഒരുപാട് പ്രതീക്ഷകൾ ഈ മൂന്ന് മുന്നണികൾക്കുമുണ്ട് അവിടെ. കാരണം പോസിറ്റീവായ ഘടകങ്ങൾ, നെഗറ്റീവായ ഘടകങ്ങൾ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഓരോ മുന്നണികളെയും പ്രതീക്ഷയിൽ ആഴ്ത്തുന്നുണ്ട്. എന്താണ് ഒരു അവസാനവട്ട കണക്കുകൂട്ടൽ മുന്നണികളുടെ? തീർച്ചയായിട്ടും ഏറ്റവും അവസാനം ഇവിടെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായ അല്ലെങ്കിൽ ചർച്ചയാക്കാൻ മുന്നണികൾ ആഗ്രഹിച്ച വിഷയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശമാണ്. ശക്തമായ ഹിന്ദുത്വ നിലപാടെടുത്തുകൊണ്ടിരുന്ന ഒരു നേതാവ് പൊടുന്നനെ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ വിശദീകരിക്കും കോൺഗ്രസ് ചോദ്യമാണ് CPM മുന്നോട്ട് വച്ചത്. സന്ദീപ് വാര്യരെ തള്ളി സന്ദീപ് വാര്യർ പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല, ഒരാൾ പോലും കൂടെ പോകില്ല എന്ന ആത്മവിശ്വാസമാണ് BJP നേതാക്കൾ, BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വച്ചത്. കോൺഗ്രസ് ആകട്ടെ അങ്ങനെ പറഞ്ഞാലും സന്ദീപിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സന്ദീപിനെ കൂടെ തന്നെ കൂട്ടിയൊരു റോഡ് ഷോ നമ്മൾ ഇന്ന് സന്ദീപ് പാർട്ടിയിലേക്ക് വന്ന മെനങ്ങാന്ന് കണ്ടതാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒലവക്കോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിലും പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് സന്ദീപ് വാര്യർ തന്നെയായിരുന്നു. തോളോട് തോൾ ചേർന്ന് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എങ്ങനെയാണ് മുസ്ലിം ലീഗ്, എങ്ങനെയാണ് പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങൾ, എങ്ങനെയാണ് പാലക്കാട്ടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം ജനങ്ങൾ എങ്ങനെ ഇയാളെ സ്വീകരിക്കുമെന്ന ചോദ്യം CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ, പാണക്കാട് തങ്ങളെ കാണാൻ പോയതിനെ വിമർശിക്കുമ്പോൾ എന്തു വന്നാലും സന്ദീപ് വാര്യർ ഒപ്പം നിർത്തും, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു BJP നിലപാടുള്ള സംഘപരിവാർ നിലപാടുള്ള ആളെയെങ്കിലും നിലപാട് മാറ്റി മതേതര പക്ഷത്തെ കൊണ്ടുവരാൻ കഴിയുന്ന നേട്ടമായി തന്നെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു. അവർക്കൊപ്പം മുസ്ലിം ലീഗ് കൂടെ നിൽക്കുന്നു. അതായത് കടുത്ത നിലപാടുകൾ പലപ്പോഴും മുസ്ലിം ലീഗിലേക്ക് സ്വീകരിച്ച ആളാണ് സന്ദീപ് വാര്യർ. പക്ഷേ കോൺഗ്രസിനേക്കാൾ ശക്തമായി സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്തുന്നത് മുസ്ലിം ലീഗാണ്. ഇന്നത്തെ നമ്മൾ കാന്തപുരം നജീബ് അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചതും മുനവർ ശിഹാബ് തങ്ങൾക്കൊപ്പം ഈ വാഹനത്തിൽ ഒരുമിച്ച് സന്ദീപ് യാത്ര ചെയ്തപ്പോൾ കാണുമ്പോൾ ഒരു ആശങ്കയും അക്കാര്യത്തില്ല. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താവുന്ന ആത്മവിശ്വാസം തന്നെയാണ് സന്ദീപ് വാര്യരെ കൂടെ നിർത്തിയാലും കോൺഗ്രസിനുള്ളത്. അങ്ങനെ സന്ദീപ് വാര്യർ വിഷയത്തിലും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും വേണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകും. നമ്മൾ ആദ്യം മുതൽ കണ്ട ഡീഡ് ആരോപണങ്ങൾ, നീലപ്പെട്ടി വിവാദം, ഇരട്ട വോട്ട് വിവാദം, P സരിൻ മുതൽ സന്ദീപ് വാര്യർ വരെ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ, അങ്ങനെ പല വിഷയങ്ങൾ. ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്തരം വിഷയങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ടാകില്ല. ആ വിഷയങ്ങളിൽ പലതും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ശ്രീയുക്തമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധത്തിലാക്കി വ്യാജ ID കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തലും ഇന്ന് പുറത്തു വന്നു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതിന്റെ തെളിവുകൾ കിട്ടിയത്. അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് ക്രൈംബ്രാഞ്ച് വാറന്റ് അയച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് ആരോപണങ്ങൾ പുറത്തുവരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ചെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ച് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് വ്യക്തമാക്കുന്ന നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ID കാർഡുകൾ ഡൗൺലോഡ് ചെയ്തു. അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ ഇവ അപ്ലോഡ് ചെയ്തു. പിന്നീട് ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി. വോട്ടിങ്ങിന് ശേഷം 67,158 അപേക്ഷകരെ ഒഴിവാക്കിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയതായും മലപ്പുറത്ത് 7 പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചതായുമായാണ് വിവരം. അതേസമയം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന നിലപാടിലാണ് UDF. ഈ യൂത്ത് കോൺഗ്രസ് കേസിൽ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല ഒരു വ്യാജ ID കാർഡ് പോലും
കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. 12 മാസമാണോ അപ്പം കേരള പോലീസിന് ഒരു ലാപ്ടോപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 12 മാസമാണോ? UDF സ്ഥാനാർത്ഥി തന്നെ വ്യാജനാണെന്ന വിമർശനവുമായാണ് CPM നേതാക്കൾ രംഗത്തെത്തിയത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിന്റെ വേറൊരു ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡന്റിറ്റി ഉണ്ടാക്കി, കാർഡ് ഉണ്ടാക്കി, അങ്ങനെയാണ് ജയിച്ചത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി. രാജ്യദ്രോഹ കുറ്റത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു BJP നേതൃത്വത്തിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്യദ്രോഹ കേസ് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം. അതേസമയം വ്യാജ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത 4 കേസുകൾ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അതിനിടെ അന്വേഷണ സംഘം പിടിച്ചെടുത്ത പ്രതികളുടെ മൊബൈൽ ഫോണുകൾ വിശദ പരിശോധനയ്ക്കായി ചണ്ഡീഗഡിലെ ലാബിലേക്ക് അയച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കെ മുരളീധരന് കൈകൊടുത്തും വേദി പങ്കിട്ടും സന്ദീപ് വാര്യർ. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ബാങ്ക് ഉദ്ഘാടനത്തിനിടെയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ കെ മുരളീധരന്റെ പ്രതികരണം നേരത്തെ ഏറെ എതിർപ്പ് നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇന്ന് ഇരുവരും വലിയ തോതിൽ പരസ്പരം കൈകൊടുത്തും ചിരിച്ചും സംസാരിച്ചും പിണക്കം മാറ്റിയ സീനും നമ്മൾ കണ്ടു. വ്യാജ വോട്ടുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് LDF പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. 2700ഓളം വ്യാജ വോട്ടുകൾ കോൺഗ്രസും BJPയും ചേർത്തുവെന്നാണ് LDFന്റെ ആരോപണം. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുന്നത് ക്യാമറയിൽ പകർത്തുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അറിയിച്ചു. തോൽവി ഉറപ്പായ UDF ഇരട്ട വോട്ടുകൾ വഴി ജയം കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്ന് CPM. പാലക്കാട് 2500-ന് മുകളിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും അത് മുഴുവനായും നീക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. UDF അട്ടിമറിയുടെ ഭാഗമാണ് ഇരട്ട വോട്ടെന്നും അത്തരം വോട്ട് കണ്ടെത്തി തടയുകയാണ് പ്രധാനമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDF പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ്സ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ മതി, ഇവിടെ ഇങ്ങനൊരു വോട്ടറുണ്ടോ? ഇവിടെ ഇങ്ങനൊരു വോട്ടറില്ല, പക്ഷെ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ള വോട്ട് പറ്റില്ല, നീക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ വോട്ട് ചെയ്യുന്നതിലും വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ UDF നടത്തിയിരിക്കുന്നത്. അവിടെ പുറത്തുനിന്ന് വോട്ടർമാരെ ഇപ്പോഴുള്ള പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ നേരത്തെ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം വോട്ടുകൾ കണ്ടെത്തി തടയുക എന്നുള്ള നിലപാടും ഇന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ദേശീയ രാഷ്ട്രീയത്തിലും 2 സംസ്ഥാനങ്ങളിൽ നിർണായകമായ തെരഞ്ഞെടുപ്പുകളുണ്ട്, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും. ആ വിശേഷങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. രണ്ട് സംസ്ഥാനങ്ങളിലും കൊട്ടിക്കലാശം ആവേശഭരിതമായിരുന്നു. നമുക്കറിയാം, പാട്ടും നൃത്തവുമെല്ലാമായി ഇരു സംസ്ഥാനങ്ങളിലും കൊട്ടിക്കലാശം പാർട്ടികൾ കളറാക്കി. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. മഹായുതിയും മഹാവികാസ് അഘാഡിയും തമ്മിലാണ് മുഖ്യ പോരാട്ടം. മഹായുതിയിലെ പ്രധാന 3 പാർട്ടികൾ BJP, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന, ഉപമുഖ്യമന്ത്രി അജിത് പവാർ നയിക്കുന്ന NCP എന്നിവയാണ്. കോൺഗ്രസ്, ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന, ശരത് പവാർ വിഭാഗം NCP എന്നിവരാണ് മഹാവികാസ് അഘാഡിയിലെ പ്രധാന പാർട്ടികൾ. മഹാരാഷ്ട്രയിൽ സിനിമാ താരങ്ങളെ അടക്കമിറക്കിയാണ് പല സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിന് കൊഴുപ്പേകിയത്. ജാർഖണ്ഡിൽ 2ാം ഘട്ട പോളിംഗ് ബുധനാഴ്ചയാണ്. JMMും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലാണ് ഇവിടെ പോര്. ഗോത്രവാദ്യങ്ങളും നൃത്തങ്ങളുമൊക്കെയായി ജാർഖണ്ഡിലും കൊട്ടിക്കലാശം ഇരുമുന്നണികളും കളറാക്കി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പരസ്യ പ്രചാരണം അവസാനിച്ചു. ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും ഉത്തരാഖണ്ഡിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നവംബർ 20-നാണ് നടക്കുക. മഹാരാഷ്ട്ര മഹായുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു. മഹായുതി മഹാവികാസ് അഘാടി സഖ്യങ്ങൾക്ക് ഇത് അഭിമാന പോരാട്ടം. 148 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 80 സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCP 53 സീറ്റുകളിലും മത്സരിക്കും. 103 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBT 89 സീറ്റുകളിലേക്കും ശരത് പവാറിന്റെ NCP 87 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട്. മഹാവികാസ് അഘാടി ബാക്കിയുള്ള 6 സീറ്റുകൾ മറ്റ് സഖ്യകക്ഷികൾക്കാണ് നൽകിയിട്ടുള്ളത്. 51 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBTയും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഷിൻഡെ തന്റെ രാഷ്ട്രീയ ഗുരുവായ ആനന്ദ് ദിഗ്ഗയുടെ അനന്തരവൻ കേദാർ ദിഗ്ഗയ്ക്കെതിരെ പോരാടുന്നത് കോപ്രി പച്പഖാഡി മണ്ഡലത്തിൽ നിന്ന്. ഉപമുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിന്റെ പ്രഫുല്ല ഗുദ്ദാദയ്ക്കെതിരെ മത്സരിക്കുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ അനന്തരവൻ യുഗേന്ദ്ര പവാറിനെതിരെ ബാരാമതിയിൽ. സഗോലി അസംബ്ലി മണ്ഡലത്തിൽ BJPയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെതിരെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ നാനാ പട്ടോലെ പോരാടുന്നു. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലായി 528 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. JMM കോട്ടയായ ബർഹേത്തിൽ ഹേമന്ത് സോറൻ BJPയുടെ ഗാംലിയേൽ ഹെംബോമിനെ നേരിടും. JMMന്റെ ബസന്ത് സോറിനെതിരെ BJP സുനിൽ സോറിനെ മത്സരിപ്പിച്ച ദുംകയാണ് മറ്റൊരു പ്രധാന സീറ്റ്. JMMന്റെ നിസാമുദ്ദീൻ അൻസാരിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി മത്സരിക്കുന്നത് ധൻവാറിലാണ്. ഹേമന്ത് സോറന്റെ ഭാര്യയും JMM സ്ഥാനാർത്ഥിയുമായ കൽപ്പന സോറൻ BJPയുടെ മുനിയ ദേവിയോട് ഗാംഠേയ മണ്ഡലത്തിൽ ഏറ്റുമുട്ടും. ഉത്തർപ്രദേശിലെ 9-ഉം പഞ്ചാബിലെ 4-ഉം ഉത്തരാഖണ്ഡിലെ കേദാറിലും നിയമസഭാ സീറ്റുകളിലേക്കാണ് 20-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സന്ദൂഖ് ഹംബാർഡെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ രവീന്ദ്ര ചവാനെ നേരിടും. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് MP ആയിരുന്ന വസന്ത് ചവാന്റെ നിര്യാണത്തെ തുടർന്നാണ് നന്ദേഡ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ മഹായുതി ജയിച്ചാൽ ദേവേന്ദ്ര ഫട്നാവിസിന് മുന്നിൽ സാധ്യതകൾ രണ്ടാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദവിയും BJP ദേശീയ അധ്യക്ഷ പദവിയും. മഹായുതി ജയിച്ചാൽ രണ്ടിലൊരു സ്ഥാനം ഉറപ്പിക്കാം. പരാജയപ്പെട്ടാൽ രണ്ടും നഷ്ടമാകും. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി ജയിച്ചാലും തോറ്റാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാകും. രണ്ടായാലും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഉത്തരവാദിത്വം രണ്ടാമതേ വരും. മഹായുതി ജയിച്ചാൽ ഫട്നാവിസിന് മുന്നിൽ 2 കസേരകൾ ഒരുപോലെ തെളിയാം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കസേരയും BJP ദേശീയ അധ്യക്ഷ പദവിയും. രണ്ടിലൊന്ന് ഫട്നാവിസിനെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. തോറ്റാൽ പ്രതിപക്ഷ നേതൃപദവി പോലും ഉറപ്പില്ല. മുന്നിലെ ഈ വലിയ വെല്ലുവിളി തിരിച്ചറിഞ്ഞാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് ഫട്നാവിസ് നേരത്തെ അഭ്യർത്ഥിച്ചത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നയാളെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും അന്നേ പറഞ്ഞു. ശിവസേന പിളർത്തി BJP ക്യാമ്പിലെത്തിയ ഏക്നാഥ് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി പദവി നൽകിയപ്പോൾ തുടക്കത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ഫട്നാവിസ് തയ്യാറായിരുന്നില്ല. അതൃപ്തി പരസ്യമാക്കാനും മടിച്ചില്ല. ഷിൻഡെ സർക്കാരിന്റെ സ്ഥിരത ഉറപ്പാക്കാനായി ദേശീയ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഉപമുഖ്യമന്ത്രി പദവി അന്ന് ഏറ്റെടുത്തത്. ഇനി അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഫട്നാവിസ്. മുഖ്യമന്ത്രി പദവിയില്ലെങ്കിൽ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ഫട്നാവിസ് കണ്ണുവെക്കുന്നുണ്ട്. RSS താൽപര്യത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന സൂചനയുണ്ട്. അതിൽ അത്ര താൽപര്യമില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും താരതമ്യേന ചെറുപ്പക്കാരനായ ഫട്നാവിസിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് 18. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനം നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ വ്യത്യസ്തമായ രീതി ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി. മോദി അദാനി കൂട്ടുകെട്ട് മഹാരാഷ്ട്രയുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കാൻ ഒരു പെട്ടിയുമായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലെത്തിയത് കൗതുകമായി. ധാരാവിയിലെ ചേരി പ്രദേശത്ത് പദ്ധതിയിടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം.
ഒന്നിച്ചു നിന്നാൽ സുരക്ഷിതരാണ് എന്ന അർത്ഥത്തിൽ ഏക് ഹേ തോ സേഫ് ഹേ എന്നാണ് മോദി പറയുന്നത്. ഇതാണ് സേഫായ ആ ലോക്കർ എന്ന് പരിഹസിച്ച് പെട്ടിക്കുള്ളിൽ നിന്ന് മോദി അദാനി സഖ്യം വ്യക്തമാക്കുന്ന പോസ്റ്റർ രാഹുൽ ഗാന്ധി പുറത്തെടുത്തു. एक है तो सेफ है, ये नरेंद्र मोदी जी की महाराष्ट्र सरकार की स्ट्रेटजी है. हम आपको ये दिखाना चाह रहे हैं. ये देखिए, एक है तो सेफ है. मुश्किल खुलता है ये पकड़िए. ये देखिए, एक है तो सेफ है. देख लीजिए. മുംബൈയിലെ ധാരാവി ഭൂമി വ്യവസായിക്ക് പതിച്ചു നൽകിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. മോദി വൻകിട പദ്ധതികളെല്ലാം മഹാരാഷ്ട്രയിൽ നിന്ന് തട്ടിയെടുത്ത് ഗുജറാത്തിന് നൽകിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 5 ലക്ഷം പേരുടെ ജോലി തട്ടിയെടുത്തു, 7 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തട്ടിയെടുത്തു. രാഹുൽ തുറന്നടിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കോടീശ്വരന്മാരും ദരിദ്രരും തമ്മിലുള്ള മത്സരമാണ്. ശതകോടീശ്വരന്മാർ മുംബൈയിലെ ഭൂമി കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി 5000 കോടി മുതൽ 1 ലക്ഷം കോടി രൂപ വരെ നൽകാമെന്ന് സമ്മതിച്ചതായും രാഹുൽ. ഇന്ത്യ സഖ്യം സ്ത്രീകളുടെ ഉന്നമനമാണ് ലക്ഷ്യമിടുന്നത്. എല്ലാ മാസവും 3000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും. സോയാബീൻ കർഷകർക്ക് നേട്ടമുണ്ടാകും. ജാതി സെൻസസ് തീർച്ചയായും നടത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. हमारी फोकस महिलाओं की मदद करने का है. 3000 रुपए हर महिला के बैंक अकाउंट में हम डालेंगे. फ्री बस ट्रैवल होगा महिलाओं के लिए. किसानों के लिए 3 लाख रुपए तक का कर्जा माफ होगा. सोयाबीन के 7000 रुपए प्रति क्विंटल. प्याज के किसानों के लिए फेयर प्राइस कमेटी. फेयर एमएसपी कपास के किसानों के लिए. कास्ट सेंसस जो हम तेलंगाना में कर्नाटक में करवा रहे हैं वो हम महाराष्ट्र में करवाएंगे. മഹാരാഷ്ട്രയിലെ കർഷകരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി തൊഴിലും പണപ്പെരുപ്പവുമാണ് പ്രധാന പ്രശ്നങ്ങൾ എന്ന് ആവർത്തിച്ചു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ചൂടുപിടിച്ച് ചർച്ചയായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളാണ്. പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം യോഗി ആദിത്യനാഥിനോട് നേരിട്ട് കൊമ്പുകോർത്തു എന്നതും ശ്രദ്ധേയമായി. അതേസമയം മഹായുതി സഖ്യത്തിന്റെ താരപ്രചാരകനായിരുന്നു യോഗി ആദിത്യനാഥ്. നല്ലൊരു ശതമാനം ഉത്തർപ്രദേശുകാർ സംസ്ഥാനത്തിൽ ഉള്ളതുകൊണ്ടാണ് മഹായുതി സഖ്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മഹാരാഷ്ട്രയിൽ കാര്യമായി പ്രചാരണത്തിനിറക്കിയത്. ഹിന്ദുക്കൾ ഭിന്നിച്ചു നിന്നാൽ തകരുമെന്ന് വ്യക്തമാക്കുന്ന ബട്ടേങ്കെ തോ കാട്ടേങ്കെ എന്ന യോഗിയുടെ മുദ്രാവാക്യവും പ്രചാരണത്തിൽ കേന്ദ്ര വിഷയമായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ തന്നെ ആദ്യഘട്ടത്തിൽ യോഗിക്ക് നേരിട്ട് മറുപടിയുമായി എത്തി. കാവിയുടുത്തവർ രാഷ്ട്രീയത്തിൽ പാടില്ലെന്ന് പറഞ്ഞ ഖർഗെ ഭിന്നിക്കുന്നതും തകർക്കുന്നതുമൊക്കെ BJP തന്നെയാണെന്ന് പരിഹസിച്ചു. मैं ये कह रहा हूं उनको, बीजेपी को, या तो सफेद कपड़े डाल, या तो सन्यासी कपड़े डालते हो, गेरुआ डालते हो, पॉलिटिक्स से बाहर हो जाओ. മഹായുതി സഖ്യത്തിനുള്ളിൽ തന്നെ യോഗിയോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിച്ചു. യോഗിയും വിട്ടില്ല. കുട്ടിക്കാലത്ത് അമ്മയും സഹോദരിയും റസാക്കർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ വേദനാജനകമായ വിവരങ്ങൾ ജനങ്ങളോട് മല്ലികാർജുൻ ഖാർഗെ തുറന്നു പറയണമെന്ന് യോഗി ആവശ്യപ്പെട്ടു. വിഭജനകാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ച ഹൈദരാബാദ് നിസാമിന്റെ സേനയായ റസാക്കർമാർ ആരായിരുന്നുവെന്നും എന്തിനാണ് ഹിന്ദുക്കളെ ആക്രമിച്ചതെന്നും തുറന്നു പറയണം. തുറന്നു പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ഖർഗെ ഭയപ്പെടുന്നുവെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആരോപിച്ചു. खड़गे जी की मां, उनकी चाची, उनकी बहन उसमें जल करके उनकी दुखद मृत्यु हुई थी. സംസ്ഥാനത്തെ വികസന പദ്ധതികളെക്കുറിച്ച് പറയുന്നതിനു പകരം ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ലെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ പ്രതികരണം. ബാട്ടേങ്കെ തോ കാട്ടേങ്കെ എന്നതിനു പകരം പഠിച്ചാൽ പുരോഗമിക്കും എന്നർത്ഥമുള്ള പടോങ്കെ തു ബഡോങ്കെ എന്നതാകണം മുദ്രാവാക്യം. वो ये नारा दे रहे हैं, बटोगे तो कटोगे. मैं समझता हूं कि किसी जिम्मेदार व्यक्ति को इस प्रकार की भाषा का उपयोग नहीं करना चाहिए. लोगों के अंदर मन में इस प्रकार की भावना उत्तेजित करना किसी भी जिम्मेदार राजनीतिक कार्यकर्ता को नहीं करना चाहिए, विशेष रूप से जो व्यक्ति पद पर बैठा हो. അതേസമയം ഇത്തരം മുദ്രാവാക്യങ്ങളുമായി വന്നാൽ യോഗി ആദിത്യനാഥിനെ തന്നെ തകർക്കുമെന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ ആക്രോശം. मी देवेंद्र फडणवीस आणि सगळ्यांना सांगतोय
की तुमचं बटेंगे फटेंगे सोडा, पण मुंबईवरती घाला घातलात तर हम आपको काटेंगे, जरूर काटेंगे. യോഗിയുടെ മുദ്രാവാക്യത്തോട് വിയോജിപ്പ് പരസ്യമായി പ്രകടമാക്കി സഖ്യകക്ഷി നേതാവ് അജിത് പവാറും രംഗത്തെത്തിയിരുന്നു. हम एक है तो सेफ है, मैं उसको इस एंगल से देखता हूँ. हर एक अलग अलग एंगल से देखते होंगे, आप भी देखते होंगे. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിനേക്കാൾ മഹാരാഷ്ട്രയിലാണ് UP മുഖ്യമന്ത്രി വാർത്തകളിൽ ഇടം പിടിച്ചത് എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൗതുകത്തോടെ കാണുന്നു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. BJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിവാദ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാർഖണ്ഡിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് നിർദ്ദേശിച്ചു. കോൺഗ്രസിന്റെയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും പരാതിയെ തുടർന്നാണ് നടപടി. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന ആരോപണത്തിലും BJP ജാർഖണ്ഡ് ഘടകത്തിന് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ജനങ്ങൾക്കെതിരെ ഉള്ള എല്ലാ വൈദ്യുതി സംബന്ധമായ കേസുകളും പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറിയിച്ചു. 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കും. 200 യൂണിറ്റ് വരെ വൈദ്യുതി സർക്കാർ സൗജന്യമാക്കിയിട്ടുണ്ടെന്നും സോറൻ വ്യക്തമാക്കി. ഡെങ്കിപ്പനി, എലിപ്പനി, തക്കാളിപ്പനി, കുരങ്ങുപനി ഇങ്ങനെ പലതരം പനികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. PK ഫിറോസ് മറ്റൊരു തരം പനിയും കണ്ടെത്തി. അതാകട്ടെ ഇന്നത്തെ പഞ്ച് ഡയലോഗ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംഘിപ്പനി ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമായിട്ടുള്ളത്. ഈ സംഘിപ്പനിക്കുള്ള വാക്സിനേഷന്റെ ആദ്യ ഡോസ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ 20-ാം തീയതി ഇവിടെയുള്ള വോട്ടർമാർ നൽകും. പിണറായി വിജയനെ ട്രോളിയാൽ പിന്നെ AK ബാലൻ വിടില്ല. തിരിച്ച് PK ഫിറോസിനെ അല്ല, പാണക്കാട് തങ്ങളെ തന്നെയാണ് പറയേണ്ടതെന്ന് ബാലനറിയാം. കൊള്ളേണ്ടത് കൊള്ളണമെങ്കിൽ തങ്ങൾക്കിട്ട് തന്നെ നൽകണമെന്നും ബാലനറിയാം. എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.